பிரிந்தவர்க்கு என்றும் பெரும் துணையே. राम 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 जय जय राम 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 जय जय राम 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 तारक मंदिर रूपनि राम दशरथ नंदनने जय राम तारक मंदिर रूपनि राम दशरथ नंदनने जय राम नारदर वानवर போற்றிடும் ராம் நல்லவை யாவையும் தந்திடும் ராம் நாரதர் வானவர் போற்றிடும் ராம் நல்லவை யாவையும் தந்திடும் ராம் 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 ஜெய ஜெய ராம் 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 சத்யகுணாதிபனே ரகுராம் சகல புவனங்களும் போற்றிடும் ராம் சகல புவனங்களும் போற்றிடும் ராம் சத்யகுணாதிபனே ரகுராம் சகல புவனங்களும் போற்றிடும் ராம் வித்தக கௌசிக ரக்ஷகராம் விண்ணவநாயகனே ஜெயராம் ജ്യേഷ്ഠ ഭരത വരൂ പോകാം. മഹാമന്ത്രി, നന്ദിഗ്രാമത്തിൽ ജയ ജയ ഈ മെതിയടികളുടെ പട്ടാഭിഷേകത്തിന് ഞാൻ പങ്കുകൊള്ളുന്നുണ്ട്. നിങ്ങൾ അയോധ്യയിലേക്ക് ചെന്ന് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. അങ്ങനെ തന്നെ ചെയ്യാം. பரமதயாளனை ஜானகிராம் பக்தர்க்கு அருளும் பராக்கிரமராம் பரமதயாளனை ஜானகிராம் பக்தர்க்கு அருளும் பராக்கிரமராம் கருணையின் வடிவே கோசலராம் கார்முகில் வண்ணனை கல்யாணராம் கருணையின் வடிவே கோசலராம் கார்முகில் வண்ணனை கல்யாணராம் ராம் 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 ஜெய ஜெய ராம் 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 பாதுகை சிறந்தனில் வைத்திடுவோம் பாவங்கள் யாவையும் களைந்திடுவோம் பாவங்கள் யாவையும் களைந்திடுவோம் பாதுகை சிறந்தனில் வைத்திடுவோம் பாவங்கள் யாவையும் களைந்திடுவோம் வேதங்கள் புகழும் ரகுபதியின் விரிமலர் பாதங்கள் வணங்கிடுவோம் வேதங்கள் புகழும் ரகுபதியின் விரிமலர் பாதங்கள் வணங்கிடுவோம் ராம் 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 ஜெய ஜெய ராம் 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 ஜெய ஜெய ராம் 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 ജയ് ശ്രീരാമ ജയ് ശ്രീരാമ രാമ 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 രാമ. ആഹാ, നാരദ മഹർഷിക്ക് ദേവേന്ദ്രന്റെ പ്രണാമം. ജയ് ശ്രീരാമ. ഓ, സ്വർഗലോകത്തെ ദേവേന്ദ്രൻ മണ്ണിലോ? വന്നാലും ദേവേന്ദ്ര, വന്നാലും. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ ധന്യനായിരിക്കുന്നു. ദേവേന്ദ്ര, എന്താണ് ഇത്ര പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? അങ്ങയെ തന്നെ തേടി വന്നതാണ്. പക്ഷേ അങ്ങയെ കണ്ട നിമിഷത്തിൽ നാരദനാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. രാമരാമ, പെട്ടെന്നെന്താ താങ്കൾക്ക് അങ്ങനെ ഒരു സംശയം? താങ്കളെപ്പോഴും നാരായണ നാരായണ എന്ന് മാത്രമല്ലേ പറയാറുള്ളൂ. പക്ഷേ ഇപ്പോഴോ രാമ രാമ എന്നാണല്ലോ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഓ,
അതാണോ ചോദിച്ചത്? അതവിടെ നിൽക്കട്ടെ. ആദ്യം താങ്കൾ എന്നെ അന്വേഷിച്ചെന്ന കാര്യം എന്താണെന്ന് പറയൂ. നാരദ മഹർഷേ, അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് ദേവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രീരാമചന്ദ്രമൂർത്തിയായി പിറന്ന ഭഗവാനെ ദശരഥൻ അയോധ്യയുടെ ചക്രവർത്തിയാക്കിയാൽ അസുരന്മാരെ നശിപ്പിക്കുവാനായി ആളില്ലാതെ വരും. അപ്പോൾ ദേവന്മാരായ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത തീരുകയില്ല. അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെ ആരണ്യത്തിലേക്ക് പോകാനുള്ള അവസ്ഥയുണ്ടാക്കുവാൻ അങ്ങാണ് എന്നെ പ്രേരിപ്പിച്ചു വിട്ടത്. ഞാനാണെങ്കിൽ മന്ധരയെ ഉപയോഗിച്ച് അങ്ങയുടെ ആ ഉദ്ദേശം നിറവേറ്റുകയും ചെയ്തു. അങ്ങ് ഉദ്ദേശിച്ചതുപോലെ ശ്രീരാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു. അതെ, ശരിയാണ്. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ വനവാസം കൊണ്ട് ദേവന്മാരായ നിങ്ങൾക്ക് ഇനിയങ്ങോട്ട് സമാധാനമായി കഴിയാമല്ലോ. അതിന് വഴിയൊരുക്കിയ അങ്ങയോട് നന്ദി പറയുന്നതിനു വേണ്ടിയാണ് വിണ്ണിലെല്ലാം അങ്ങയെ തേടിയിട്ട് ഒടുവിൽ പൃഥ്വിയിൽ വന്നത്. പക്ഷേ അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? എപ്പോഴും ഉരുവിടുന്ന നാരായണ മന്ത്രത്തെ കൈവിട്ടുകൊണ്ട് രാമനാമം ജപിച്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്നു. ഓ, അതാണോ? ദേവേന്ദ്ര, ഭഗവാൻ ഇതുവരെ എടുത്ത അവതാരങ്ങൾ, ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങൾ, അങ്ങനെയുള്ള ദശാവതാരങ്ങളിൽ മികച്ചതാണ് ഈ രാമാവതാരം. ഈ രാമാവതാരത്തിലൂടെ ഭഗവാൻ ദേവന്മാരുടെ വിഷമതകൾ ദൂരീകരിക്കുന്നതിലൂടെ അവസാനിക്കില്ല. പിന്നെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ മാത്രമല്ല, സന്യാസ ജീവിതവും എങ്ങനെ നയിക്കണമെന്നും എങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ ഒരു മനുഷ്യൻ ദൈവത്തോളം ഉയരാൻ സാധിക്കുമെന്നും ഭഗവാൻ സ്വയം ജീവിച്ചു കാണിച്ച് ഈ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ പോവുകയാണ്. അത്രയും വലിയൊരു മഹാത്മാവിന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് ആ നാരായണമന്ത്രം ഉച്ചരിക്കുന്നതിനേക്കാൾ മുകളിലായിരിക്കും എന്നതുകൊണ്ടാണ് ആ നാമം ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നത്. ദേവേന്ദ്ര, അത് മാത്രമല്ല, ആ രാമനാമം ഉൾപ്പെട്ട മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ജനങ്ങൾ മാത്രമല്ല, ദേവന്മാരായ നിങ്ങളും എല്ലാ സങ്കടങ്ങളിൽ നിന്നും മുക്തരായി എന്നെന്നും സുഖമായി തന്നെ വാഴും. അത് എന്ത് മന്ത്രമാണ്? ശ്രീരാഘവം ദശരഥാത്മജ പ്രമേയം സീതാപതിം രഘുകുലാന്മയ രത്നദീപം ആജാനബാഹു അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശം നമാമി. ഇതാണ് ആ മന്ത്രം. നാരദ മഹർഷേ, ഇപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. എന്തു സത്യം? അതായത് ലോക നന്മയ്ക്കായി അങ്ങ് എന്നെ പ്രേരിപ്പിച്ചു വിട്ട് ശ്രീരാമനെ വനവാസത്തിന്റെ അവസ്ഥയിലെത്തിച്ചാലും അദ്ദേഹത്തിന് നടത്താനിരുന്ന പട്ടാഭിഷേകം മുടക്കിയതിന്റെ പാപം ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് രാമനാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന. രാമ 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 രാമ. ദേവേന്ദ്ര, താങ്കൾ സത്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എന്ത്? കലഹപ്രിയനായ അങ്ങയെ ഞാൻ മനസ്സിലാക്കിയില്ലെന്നോ? അതെ, എന്റെ ഇന്ദ്രദേവ, ഞാൻ യാതൊരു ബന്ധങ്ങളുമില്ലാത്ത ഏകാകിയാണ്. എനിക്ക് വേണ്ടത് വേണ്ടാത്തത് അങ്ങനെ ഒന്നും തന്നെയില്ല. ഞാനുണ്ടാക്കുന്ന കലഹങ്ങളെല്ലാം ഈ ത്രിലോകങ്ങളിലെയും നന്മയ്ക്കു വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാരദന്റെ കലഹം നന്മയിൽ അവസാനിക്കും എന്ന പഴമൊഴി തന്നെ വന്നിരിക്കുന്നത്. ബന്ധങ്ങൾ നോക്കാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരുവിധ പാപവും എന്നെ തീണ്ടില്ല. ശ്രീരാമചന്ദ്രന്റെ കാര്യത്തിൽ ഇനി അങ്ങനെയൊരു പാപമുണ്ടെങ്കിൽ അതും കൂടി എന്നെ പ്രേരിപ്പിച്ചു വിട്ട ആ വിധി മാത്രമേ അനുഭവിക്കൂ. അതും ശരിയാണ്. ദേവേന്ദ്ര, ആ വിധിപുരുഷനും തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഭഗവാന്റെ കൽപ്പന പ്രകാരം കാലത്തെയും നവഗ്രഹ ദേവതകളെയും പിന്തുണച്ച് അവരുടെ ഉത്തരവനുസരിച്ച് സുഖവും ദുഃഖങ്ങളുമൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ ആ വിധിപുരുഷനെയും ഒരു പാവത്തിനും തീണ്ടാനാകില്ല. അങ്ങനെയെങ്കിൽ ശ്രീരാമന്റെ ജീവിതത്തിൽ വിളയാടിയത് അദ്ദേഹത്തിന്റെ വിധിയാണോ? തീർച്ചയായും. വിധിയെ നിയന്ത്രിക്കുന്ന ഭഗവാൻ തന്നെ ലോകത്തിന് നന്മ ചെയ്യണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി വിധിയും മായയും തനിക്കും ബാധകമാണെന്നതുപോലെ മനുഷ്യനായി ജന്മമെടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിധിപുരുഷനാണെങ്കിൽ ഭഗവാന്റെ ലക്ഷ്യത്തെ തന്നെ വിധിയായി കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്നതുപോലെ നടിച്ച് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിന് സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും നമ്മളൊരു ഉപകാരം ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. എല്ലാം ശരിയാണ്. നമ്മുടെ പ്രവൃത്തികളാൽ യുഗാന്തരങ്ങളായി ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന അയോധ്യ നഗരം ഇന്ന് രാജാവില്ലാതെ നിൽക്കുകയാണ്. ശ്രീരാമന്റെ അനുജൻ ഭരതനാണെങ്കിൽ ചക്രവർത്തിയുടെ മൂത്തപുത്രന്റെ മെതിയടികൾ സ്വീകരിച്ചുകൊണ്ട് നന്ദിഗ്രാമം ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവിടെ ശ്രീരാമന്റെ മെതിയടികളെ പട്ടാഭിഷേകം ചെയ്ത സന്യാസി മണ്ഡപത്തിൽ ആ വേഷത്തിൽ പ്രതിനിധിയായി നിന്നുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. ഇതെല്ലാം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുണ്ടായ കഷ്ടതകളല്ലേ? അല്ല ദേവേന്ദ്ര, അല്ല. ഇത് കഷ്ടതകളല്ല, ഇതെല്ലാം ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. ദേവേന്ദ്ര, ഈ ലോകത്തിലുള്ള ജനങ്ങളും ഭക്തന്മാരും എല്ലാവരും ഭഗവാന്റെ തിരുവടികളിൽ ശരണം പ്രാപിക്കുവാൻ വേണ്ടിയാണ് കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള പാദങ്ങൾ താങ്ങിയ മെതിയടികൾ തന്നെയാണ് അയോധ്യ ഭരിക്കാൻ പോകുന്നത് എങ്കിൽ അതിൽ അയോധ്യയിലെ പ്രജകൾ എത്രത്തോളം മഹാഭാഗ്യമുള്ളവരായിരിക്കണം. ആ ഒരു മഹാഭാഗ്യം തന്റെ രാജ്യത്തെ പ്രജകൾക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് മികവുറ്റ ജ്ഞാനിയായ ഭരതൻ ശ്രീരാമന്റെ ആ മെതിയടികളെ ചോദിച്ചു വാങ്ങി സ്വന്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളും ആ പാതക പട്ടാഭിഷേകം ഒന്ന് കണ്ടിരിക്കേണ്ടതല്ലേ? അതിനുവേണ്ടി തന്നെയല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. രാമ 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 രാമ. அரியாசனத்தில் வைத்திடுவோம், அருமலர்கள் தூவி வணங்கிடுவோம். அரியாசனத்தில் வைத்திடுவோம், அருமலர்கள் தூவி வணங்கிடுவோம். ஆளுக எமையென பணிந்திடுவோம், ஆளுக எமையென பணிந்திடுவோம். அருளாட்சியிலே நாம் மகிழ்ந்திடுவோம், அருளாட்சியிலே நாம் மகிழ்ந்திடுவோம். பாதுகையே ராமன் பாதுகையே, பணிந்தவர்க்கு என்றும் பெரும் துணையே. பாதுகையே ராமன் பாதுகையே. திருமகன் ராகவன் திருவடியே, தொழுபவர்க்கு இல்லை இருவினையே. திருமகன் ராகவன் திருவடியே, தொழுபவர்க்கு இல்லை இருவினையே. அருமறைகள் போற்றும் திருவடியே, அருமறைகள் போற்றும் திருவடியே. அகிலத்தில் இல்லை அதற்கிணையே, அகிலத்தில் இல்லை அதற்கிணையே. பாதுகையே ராமன் பாதுகையே, பணிந்தவர்க்கு என்றும் பெரும் துணையே. பாதுகையே ராமன் பாதுகையே. ഭരത, രാമൻ വനവാസം കഴിഞ്ഞ് തിരികെ വരും വരെ അയോധ്യയിലേക്ക് പോകില്ലെന്ന് തീരുമാനിച്ച് ഈ നന്ദിഗ്രാമത്തിൽ ജ്യേഷ്ഠന്റെ മെതിയടികൾക്ക് പട്ടാഭിഷേകം നടത്തി ശ്രീരാമന്റെ മെതിയടികളെ രാജഭരണമേൽപ്പിച്ച നിന്റെ സഹോദര ഭക്തി ഈ 7 ഉലകങ്ങളിലും കീർത്തി നേടുന്നതാണ്.
1000 രാമന്മാർ പ്രത്യക്ഷപ്പെട്ടാലും അത് ഭരതന് പകരമാവില്ല. ആഹാ, ജ്യേഷ്ഠ, എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വേറൊന്നുമല്ല ലക്ഷ്മണ, നമുക്ക് ഇവിടുന്ന് പുറപ്പെടാനുള്ള സമയമാഗതമായിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാമി, നമ്മളിവിടെ വന്നിട്ട് കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ? ഇത്ര വേഗം പുറപ്പെടണമോ? അതേ സീതേ, ദണ്ഡകാരണ്യത്തിൽ ചെല്ലേണ്ടതുണ്ട്. ജ്യേഷ്ഠ, ഈ ചിത്രകൂടം വളരെ ശാന്തമാണല്ലോ. അതുമാത്രമല്ല പ്രഭോ, ഈ ചിത്രകൂടം നല്ല പ്രകൃതിരമണീയമായ സ്ഥലം കൂടിയാണ്. സീതേ, ഇത് സൗന്ദര്യവും ശാന്തിയും നിറഞ്ഞ ഇടം മാത്രമല്ല, എത്രയോ മഹാത്മാരും ജ്ഞാനികളും സിദ്ധിയും ബുദ്ധിയും പ്രാപ്തമാക്കിയ ഇടമാണെന്നും എനിക്ക് നന്നായി അറിയാം. ആഹാ, എന്നിട്ട് ഇത്രയും പവിത്രമായ സ്ഥലം വിട്ട് നമ്മൾ എന്തിനാ പോകുന്നത്? സീതേ, ഈ ചിത്രകൂടം നമ്മുടെ അയോധ്യ മഹാരാജ്യത്തിന്റെ തൊട്ടടുത്താണ് നിലകൊള്ളുന്നത്. ഈ സമയം ഭരതൻ പരിവാരങ്ങളോടെ വന്നു പോയതിനാൽ നമ്മുടെ ഇരിപ്പിടം നാട്ടിലെ പ്രജകൾ, പിന്നെ ബന്ധുമിത്രാദികൾ എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്. അവരെല്ലാവരും നമ്മോടുള്ള സ്നേഹത്താൽ ഇടയ്ക്കിടയ്ക്ക് വന്നുപോകാൻ തുടങ്ങുന്നതാണ്. ആയതിനാൽ അവർക്കും അത് കഷ്ടമാണ്, നമുക്കും അത് കഷ്ടമാണ്. അതുകൊണ്ടാണ് ആരും അറിയാത്ത, പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത മറ്റൊരിടത്തേക്ക് പോകേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ എങ്ങോട്ട് പോകും പ്രഭോ? തെന്നഗരിയിലേക്ക്. തപസ്വികൾ നിറഞ്ഞ ജ്ഞാനഭൂമിയായി വിളങ്ങുന്ന ദണ്ഡകാരണ്യമെന്ന വലിയ കാനനത്തിലേക്ക്. ലക്ഷ്മണ, ജ്യേഷ്ഠ, നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് തന്നെ പുറപ്പെടേണ്ടതാണ്. അങ്ങനെയാവട്ടെ ജ്യേഷ്ഠ. അങ്ങയുടെ ആഗ്രഹപ്രകാരം ഇന്ന് തന്നെ പുറപ്പെടാം. സ്വാമി, മാർഗമധ്യേ ഒരു വലിയ മല കാണുന്നുണ്ടല്ലോ. സീതേ, ഇതാണ് വിന്ധ്യമല. വടക്കുള്ള ജനങ്ങൾ ആര്യവർത്തമെന്നും തെക്കുവാഴുന്ന ജനങ്ങൾ നാവണം ദ്വീപ് എന്നും വിളിക്കുന്ന ഈ പരന്ന ദീപഗർഭത്തിൻ നടുവിൽ ചുവരുപോലെ നിന്ന് വേർതിരിക്കുന്ന മല ഇതാണ്. ജ്യേഷ്ഠ, ദണ്ഡകാരണ്യം എവിടെയാണുള്ളത്? ഈ മലയുടെ തെക്കുഭാഗത്താണ് ഉള്ളത്. ലക്ഷ്മണ, ആ ദണ്ഡകാരണ്യവുമായി ചേർന്ന് നിൽക്കുന്ന നാടുകൾ അതിപുരാതനമാണ്. അതുമാത്രവുമല്ല, അവിടെ ജീവിക്കുന്ന ജനങ്ങൾ അറിവ്, കല, സമ്പത്ത്, ഭാഷ, സംസ്കാരം മുതലായവയിലെല്ലാം തന്നെ മികവുറ്റവരാണ് എന്ന് നമ്മുടെ ഗുരുനാഥൻ വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടുണ്ട്. പ്രഭോ, ഇത്രയും വലിയ മലയെ കടന്നു വേണമോ നമ്മൾ മറുഭാഗത്തേക്ക് ചെല്ലുവാൻ? ഈ മലയുടെ ഇടയിൽ തന്നെ ജനങ്ങൾക്ക് പോയി വരുവാനുള്ള സൗകര്യത്തിനായി ചില തുരങ്കങ്ങൾ, അതായത് ഇടവഴികളുണ്ടത്രേ. ആ മാർഗത്തിലൂടെയാണ് വടക്കിനും തെക്കിനുമിടയിൽ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതേ വഴി തന്നെ പോകേണ്ടതാണ്. വന്നാലും